ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്നത്തെ റെസിപ്പി നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട കേരള സ്റ്റൈൽ മിക്സറിൻ്റെയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സേവ് തയ്യാറാക്കാൻ ആവശ്യമായ മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെയായിട്ട് ചേർത്ത് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പം മാവ് തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ബൂന്തി തയ്യാറാക്കാൻ ആവശ്യമായ ബാറ്റർ ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസാക്കി കളയരുത്. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ബൂന്തി കിട്ടത്തില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കട്ട കിട്ടുന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഇനി സേവ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി സേവനാഴിയിൽ ഞാൻ ഈ ചില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉൾവശത്തൊക്കെ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഈ മാവ് സേവനാഴിയിലോട്ട് നിറച്ചു കൊടുക്കാം. സേവ് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഈ മാവ് ഇതിലേക്ക് വെച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് കിട്ടണമെന്നില്ല, മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ മിക്സർ തയ്യാറാക്കുന്ന സമയത്ത് ഇത് പൊട്ടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇത് തയ്യാറായി വരാൻ അധികം സമയം എടുക്കത്തില്ല. 2-3 മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് ഒന്ന് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബൂന്തി തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഹോളുള്ള ഒരു തവി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കിടക്കണം. ഒരു സ്ഥലത്ത് തന്നെ ഈ തവി പിടിച്ചുകൊണ്ടിരിക്കരുത്. ഇത് മാറ്റി മാറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ വശത്തേക്കും ഈ ബൂന്തി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചു പോകും. ബൂന്തി നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഒന്ന് പതുങ്ങിയിരിക്കുന്ന പോലെയുള്ള രീതിയിലല്ല വേണ്ടത്. കുറച്ചുകൂടെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കണം. അപ്പം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കണം ഇത്. ബൂന്തി എല്ലാം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി കായാണ് വറുത്തെടുക്കുന്നത്. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. കായ്ക്ക് കളർ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുവെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പൊ കായ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അധിക സമയം എണ്ണയിൽ ഇട്ട് കൊടുക്കരുത്. ഇത് പെട്ടെന്ന് തന്നെ ആയി വരും. ഒരു 2-3 മിനിറ്റ് മതി പൊട്ടുകടല ആവാനായിട്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നിലക്കടലയാണ് വറുത്തെടുക്കുന്നത്. കപ്പലണ്ടിന്നും ഇതിന് പറയുന്നുണ്ട്.
ഇത് പെട്ടെന്ന് തന്നെ കോരി എടുക്കരുത്, കാരണം ഇത് കുറച്ചൊന്ന് ഉള്ളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ആയി വരാൻ ഇച്ചിരി സമയം എടുക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളമായിട്ട് വേണം ചേർക്കാനായിട്ട്. ഇടയ്ക്ക് ഇതിൽ നിന്ന് ഒരു കപ്പലണ്ടി എടുത്ത് കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ടെങ്കിൽ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ മിക്സ്ചറിൽ കാഷ്യൂ നട്ട്സ് കാണാറില്ല, പക്ഷെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ രീതിയിലുള്ളൊരു മിക്സ്ചർ കഴിച്ചിട്ടുണ്ട്. അത് വളരെ ടേസ്റ്റി ആയിട്ട് അന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നട്ട്സും ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഉണക്കമുന്തിരിയാണ് വറുത്തെടുക്കാൻ പോകുന്നത്. ഉണക്കമുന്തിരി ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മിക്സർ അടിപൊളി രുചിയാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ എരിവിൻ്റെ കൂടെ ഒരു ചെറിയ മധുരവും കൂടെ കിട്ടുമ്പം സൂപ്പറാണ്. മുന്തിരി വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയൊക്കെ ചേർക്കാവേ. ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ 4-5 വറ്റൽമുളക് മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കൂടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. തോലൊന്നും കളഞ്ഞിട്ടില്ല. ഞാൻ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചതച്ചെടുത്തേക്കുന്നത്. വലിയതായിട്ട് ഇട്ടാൽ കുട്ടികളൊക്കെ ഇത് എടുത്ത് കളയത്തേ ഉള്ളൂ, കഴിക്കത്തില്ല. കടലയൊക്കെ ചേരുന്നതായതുകൊണ്ട് വെളുത്തുള്ളിയും കൂടെ ആ കൂട്ടത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരറിയാതെ അവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ മിക്സ്ചർ തയ്യാറാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് സേവ് വെച്ച് കൊടുക്കാം. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കായ വറുത്തത് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി, പൊട്ടുകടല, കാഷ്യൂ നട്ട്, ഉണക്കമുന്തിരി ഇതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവൂ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം ഒന്നും ഇതിൽ അറിയത്തില്ല, കാരണം ഇത് ചൂടായിട്ട് കിടക്കുന്ന മിക്സർ ആണല്ലോ. അതുകൊണ്ട് അതൊന്നും അറിയില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കപ്പ വറുത്തതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള കേരള മിക്സർ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.